ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നുണ്ടാക്കി കാണിക്കുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, അധികം ചേരുവകളും ആവശ്യമില്ല. ഇത് ഗുണ്ട എഗ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗുണ്ട എഗ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുഴുങ്ങി തോട് പൊളിച്ചെടുക്കണം. 2 വലിയ കിഴങ്ങുണ്ട്. ആ കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് എടുക്കണം. ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. നമുക്ക് കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ പുഴുങ്ങിയ കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞു. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് ഇടുവാണെങ്കിൽ ഒരുപാട് പൊടിക്കരുത്. നമുക്ക് ചെറിയ തരിയോടുകൂടിയാണ് ആവശ്യമുള്ളത്. സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ പൊടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കിഴങ്ങ് പൊടിച്ചെടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെറുതരിയായിട്ട് പൊടിച്ചെടുത്ത വറ്റൽമുളക്, കുറച്ച് ഗരം മസാല, സവോള കൊത്തിയരിഞ്ഞത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന കിഴങ്ങ് എത്രയുണ്ടോ അതനുസരിച്ച് സവോള ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തു. നമ്മൾ പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറിയതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ വെള്ള ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അകത്തേക്ക് ഒരുപാട് ആഴത്തിൽ വരേണ്ട. അതിനുശേഷം നമ്മുടെ ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. ഇനി നമ്മൾ വരഞ്ഞ ആ സ്ഥലത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ആ വരഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഉപ്പ് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ചാറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഈ മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മളെടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നു. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. ഇത് ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് ടൈറ്റും ആകരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കണം. ഇനി കുറച്ച് റസ്ക് ആവശ്യമുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തു. ഇനി കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ കിഴങ്ങ് മിശ്രിതം എടുത്ത് കയ്യിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ട അതിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ പൊട്ടിപ്പോവും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദ
കലക്കിയതിലേക്ക് നമുക്കൊന്ന് മുക്കിയെടുക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്ത് തന്നെ എടുക്കണം. ഇനിയും നമ്മുടെ റസ്ക് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിപ്പം കൂട്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിപ്പം കുറച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ചെറുതാണെങ്കിൽ. ഇതുപോലെ നമുക്ക് എല്ലാം മുട്ടയും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ കവർ ചെയ്തു. ഇനി എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു തവി കൊണ്ട് വല്ലതും എണ്ണ കുറച്ച് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ സൈഡും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് ഫ്രൈ ആയി കിട്ടണം. അതുവരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. കാരണം എല്ലാം വെന്ത സാധനങ്ങളാണ്. ഒരുപാട് സമയം നമുക്ക് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ഇതുപോലെ കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതുപോലെ അടുത്തതും എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വലുപ്പമുള്ളതുകൊണ്ടാണ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യുന്നത്. വലുപ്പം കുറച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള സ്നാക്ക് റെസിപ്പി ഗുണ്ട എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.